ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. സോ ഡിമോണ്ടെ കോളനി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, അത് തമിഴിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റും. കാരണം അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഹൊറർ എന്ന് പറയുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, ഹൊറർ ആകുമ്പോൾ ഇങ്ങനെ വേണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ മാറ്റി കുറേ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവന്ന്, എസ്പെഷ്യലി അതിന്റെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നിർത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഡിമോണ്ടെ കോളനി. അതിന്റെ സെക്കൻഡ് പാർട്ട് ട്രെയിലർ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് വന്നത്. നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നല്ല രാത്രി അങ്ങോട്ട് മോർണിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മൂവി ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത്, അതുപോലെ ഷാഹുൽ എന്ന് പറഞ്ഞിട്ട് സുഹൃത്ത്, അങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കാരണം എല്ലാവരും അത്രയും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, റെഡി. I can feel his presence. I'm seeing things. I'm very sure அவ என்கிட்ட ஏதோ சொல்ல வரா. கிட்ட நம்மால பேச முடியலன்னா வெளியவே வர முடியாது. வேறொரு ஆபத்தான உலகத்துல அந்த ஆத்மா மாட்டிக்கிட்டு இருக்கணும். நீ மனசு வச்சா மட்டும்தான் சீனிவாசனை காப்பாற்ற முடியும். சித்தப்பா, இவனுங்கெல்லாம் டூப் சான்ஸ் சித்தப்பா. நம்ம சொத்த ஆட்டையை போட வந்திருக்காங்க. നച്ചുണ്ടോ കമ്മിങ് സൂൺ എന്ന ഡേറ്റ് പറഞ്ഞില്ലല്ലേ? കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പല സംഭവങ്ങളുണ്ടാവും. നമ്മൾ സ്ഥിരം കാണുന്ന ഹൊററിലെ കുറേ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ മാറി കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാകും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണറാണ് ഹൊറർ. അത് നമ്മളൊരു നോവൽ വായിക്കുകയാണെങ്കിലും സിനിമ കാണുകയാണെങ്കിലും ഹൊറർ സബ്ജക്റ്റ് എടുത്ത് കാണാൻ നമുക്കൊരു പ്രത്യേക ഒരു ഒരു രസമാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോണറാണ്. പക്ഷേ നമ്മുടെ മലയാള സിനിമയിൽ അറിയാലോ, മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒക്കെ കുറെ എന്താ പറയാ, വലിയ പൊട്ടും തൊട്ട് നല്ല ഐശ്വര്യത്തോടെ വെള്ള സാരി എടുത്ത് വരുന്ന പ്രേതങ്ങളും ഇതൊക്കെ കണ്ട് കണ്ട് നമുക്ക് മടുപ്പായി. പിന്നെ ജംസ്കെയർ ഒരുപാട് ഉണ്ടാവും എന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. പക്ഷെ ഹോളിവുഡ് അങ്ങനെയല്ല. ഹോളിവുഡിലെ സിനിമകൾ ഭയങ്കര രസമാണ്. അതുപോലെ നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നൊരു സിനിമയാണ് ഭൂതകാലം. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിരുന്ന ഒരു സിനിമയായിരുന്നു. അതിനുശേഷം പിന്നെ നല്ലൊരു കുറവ് വന്നിട്ടില്ല. അതുപോലെ തമിഴിൽ ഉണ്ടായിരുന്ന നല്ലൊരു കിടിലൻ സിനിമയാണ് ഇത്. അപ്പോ അതാ ഞാൻ പറയുന്നത്, അത് ഭയങ്കര വ്യത്യസ്തമായ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പൊ ഭൂതകാലത്തിലൊക്കെ പ്രത്യേകിച്ച് പ്രയത്നം മര്യാദ കാണിക്കുന്ന പോലും ഇല്ല. അവരുടെ അഭിനയവും ആ മ്യൂസിക്കും ആ ഒരു ഓരോ ഷോട്ടും അങ്ങനെ ഭയങ്കര ഇതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് അലമുറ ഇടാതല്ല, അതിനപ്പുറത്തേക്ക് ഒരു ഹൊറർ കാണുമ്പോൾ നമുക്കൊരു ഒരു മൂഡിൽ ഇങ്ങനെ നിർത്തും. ആ ഒരു ഹൊറർ മൂഡ് നമ്മൾ ആ ഒരു വൈബ് തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചിരുത്തി കൊണ്ടുപോകാൻ പറ്റണം. ആ ഒരു സംഭവം ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിന് നന്നായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഈ ഹൊറർ സംഭവങ്ങൾ, അതുപോലെ ജംസ്കെയർ കുറച്ചുകൂടി കൂടുതൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നൈസ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്ഥിരം കാണുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് മാറി ഡിഫറെന്റ് ആയിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. നമ്മളെ
വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോകുന്ന പല സാധനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് ഫസ്റ്റ് അവർ കാണിച്ച അടിപൊളി, അതൊരു അടിപൊളി സംഭവമായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫ്രണ്ട്സ് എല്ലാവരും മരിച്ചടക്കണം ഓടി വന്ന് വിളിക്കുമ്പോൾ അയാൾ കേൾക്കാതെ ഒറ്റ അടി അടിക്കുമ്പോൾ അടി കൊള്ളുന്നില്ല. അപ്പോഴാണ് ഇപ്പം തിരിച്ചറിയുന്നത് ഞാനും മരിച്ചു എന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് ഭയങ്കര സംഭവമായിരുന്നു. അത് ഇനിയിപ്പം മരിച്ചോ ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊക്കെ ഉള്ളത് സെക്കൻഡ് പാർട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമയ്ക്ക്. കാരണം അത്രയും ഞാൻ അത് ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമയല്ല, മൊബൈലിലാണ് കണ്ടത്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൂഡ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. ആ ഒരു ഫീൽ, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ല, അതാണ് കറക്റ്റ് വേർഡ്. ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ട് അങ്ങനെ തന്നെ ആവുന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമ്മിൽ മറക്കാതെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണർ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമ്മിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ടാറ്റാ.